നമ്മുടെ റാന്നിയെ വിഴുങ്ങിയ പ്രളയത്തിൽ നിന്നും ഈ ചെറിയ പട്ടണത്തെ മോചിപ്പിക്കാൻ വളരെ വേഗം റാന്നിയെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ നല്ല സംഭാവന ചെയ്ത ആൾക്കാരാണ് പഴവങ്ങാടി പഞ്ചായത്തിലെ ഹരിത കർമ്മസേന പ്രവർത്തകർ. പ്രമോദ് ഇവിടെ പറഞ്ഞതുപോലെ വെളുപ്പിന് 3:30 മണിക്കാണ് ഞാനിത് അറിയുന്നത്. അപ്പോൾ തന്നെ കളക്ടറെയും SP യെയും എല്ലാം വിളിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റുമാരെയൊക്കെ വിളിച്ചു. നമ്മൾ ആ പ്രളയത്തെ അതിജീവിക്കാൻ ആവശ്യമായ എല്ലാം ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഈ റാന്നി പട്ടണം പ്രളയത്തിന്റെ അവശേഷിപ്പുകൾ ഇല്ലാതാക്കി ഈ പട്ടണത്തെ ശുചിത്വമുള്ളൊരു പട്ടണമാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് സാഹചര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിനോട് ഈ വിവരം തലേദിവസം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് തീർച്ചയായിട്ടും വലുത് പറഞ്ഞു. പക്ഷെ 8 മണി വരെ കാത്തിരിക്കാൻ കഴിയുന്നില്ല, അത്രമാത്രം അവിടെ പ്രശ്നമായതുകൊണ്ട് വളരെ നേരത്തെ നമ്മളവിടെ എത്തി. അപ്പോൾ പ്രമോദും സൗമ്യയും വന്നു, ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ വന്നു. നിങ്ങളെല്ലാവരും കൂടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ആ തെളിഞ്ഞേക്ക് ചെയ്തത്. പിന്നീട് ഈ റാന്നി പട്ടണത്തിലെ കടകളിൽ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്യാൻ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ പ്രമോദ് നല്ല ശക്തമായ നേതൃത്വം കൊടുത്തു. ഞാൻ പ്രമോദിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഞാൻ ഓരോ നിമിഷവും ഞാൻ പ്രമോദിനെ വിളിച്ചിരുന്നു. പക്ഷെ ഒരു നിമിഷം പോലും പ്രമോദ് മുഷിഞ്ഞില്ല എന്നോട്. കാരണം ഞാനിപ്പോൾ ഒരു കാര്യം കിട്ടുമ്പോൾ അപ്പം പറയും, ഒരു കടയിൽ വിളിക്കുമ്പോൾ അപ്പം പറയും. അപ്പോഴൊന്നും ക്ഷമയോടുകൂടി അതെല്ലാം പ്രമോദ് കേട്ട്, ഞാൻ അങ്ങോട്ട് പ്രമോദിനെ പലപ്പോഴും വഴക്ക് പറഞ്ഞെങ്കിലും പ്രമോദ് ഒരു മുഷിയും പറയാതെ എല്ലാത്തിലും ഇടപെട്ട് തഹസീൽദാര് അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാം ഗംഭീരമായി അവിടെ പൂർത്തീകരിച്ചു. അതുകൊണ്ട് പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഇക്കാര്യത്തിൽ നിങ്ങൾക്കാണ് ഒരു വലിയ അംഗീകാരം. പ്രത്യേകിച്ച് ഹരിത കർമ്മസേനയുടെ പ്രവർത്തകർ നിങ്ങൾ നടത്തിയ ഏറ്റവും ആത്മാർത്ഥമായ പ്രവർത്തനത്തെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം ഉപയോഗിക്കാം. വൈസ് പ്രസിഡന്റും ചൂലെടുത്ത് നല്ലവണ്ണം തൂത്തു. ഞാൻ തന്നെ വൈസ് പ്രസിഡന്റിനെ ചൂലെടുത്ത് കൊടുത്തു നോക്കാൻ പറയായിരുന്നു, ഇല്ലേ സൗമ്യ? മെമ്പർമാർ തൂത്തവരെ കൈ പൊക്കിക്കേ, വേണ്ട കൈ വെക്കണ്ട, പോട്ടെ കൈ വെക്കണ്ട. അപ്പൊ തൂക്കാത്തവര് പ്രശ്നമില്ല. അത് അറിഞ്ഞവരൊക്കെയാണ് വന്നിട്ടുള്ളത്, കുഴപ്പമില്ല. എല്ലാവരും ഞാൻ അഭിനന്ദിക്കുന്നു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് സത്യത്തിൽ ഈ ടൗൺ എന്ന് വെച്ചാൽ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെതാണ്. ബസ് സ്റ്റാൻഡും സമീപപ്രദേശങ്ങളും എല്ലാം. അപ്പൊ അതിന് ഉണർന്ന് തോന്നി. ചെറുപ്പക്കാരനായ പഞ്ചായത്ത് പ്രസിഡന്റ്, ചെറുപ്പക്കാരിയായ വൈസ് പ്രസിഡന്റ്, ഇവർ രണ്ടുപേരും അവർ നേതൃത്വം കൊടുത്തു. അംഗങ്ങളെല്ലാം കൂടെ വന്നു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്നും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നല്ല സേവനമാണ് നിങ്ങൾ കാഴ്ചവെച്ചത്. എല്ലാ അഭിനന്ദനങ്ങളും. വലിയ പ്രളയം ഒരു പക്ഷെങ്കിലും നമ്മളെ വളരെ അപ്രതീക്ഷിതമായ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രളയമായിരുന്നു. എന്നാൽ അന്ന് ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നിസ്സഹായരായിപ്പോയി. കാരണം പല കാര്യങ്ങളിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വെള്ളം ചുറ്റപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ പടിക്കൽ അന്ന് രാവിലെ മുതൽ നിൽക്കുമ്പോൾ നമ്മളോടൊപ്പമുള്ള നമ്മുടെ സഹപ്രവർത്തകർ പ്രിയപ്പെട്ട PG മെമ്പറിൻ്റെ അടക്കം വീടുകളിൽ വെള്ളം കയറി എന്നുള്ള വാർത്തകൾ വരുന്നു. ഐത്തലി അടക്കം നമ്മുടെ ആ പഞ്ചായത്തിൻ്റെ ഏതാണ്ട് 4ഓളം വാർഡുകളിൽ വെള്ളം കയറി. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടന്ന് ഏതായാലും 1-ാം തീയതി വൈകിട്ടോടെ ഈ വെള്ളം തിരിച്ചിറങ്ങാൻ, അല്ലെങ്കിൽ ഉച്ചയോടുകൂടെ വെള്ളം തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഇനിയും നമുക്ക് അന്നേരം മുതൽ നമ്മൾ കാണുന്നതാണ് ഇവിടെ ഈ റോഡിലേക്ക് കയറി വെള്ളം കയറി കിടന്ന് വെള്ളം തിരിച്ചിറങ്ങുമ്പോൾ തൊട്ട് മാലിന്യങ്ങൾ ചെറിയ ചെറിയ കൂമ്പാരങ്ങളായി, ചാക്കുകെട്ടുകളായും അല്ലാതെയും ഒക്കെ ഇവിടെ പരന്നൊഴുകി നിൽക്കുകയാണ്. ഇപ്പോൾ 2-ാം തീയതി രാത്രിയോ 1-ാം തീയതി രാത്രി വെള്ളം വലിയുമ്പോൾ തീർച്ചയായിട്ടും ടൗണും ബസ് സ്റ്റാൻഡും അടക്കം വലിയ മാലിന്യ കൂമ്പാരങ്ങളായി മാറി. അപ്പോൾ അന്നേരം നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഉടനടി കാര്യങ്ങളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പ്രിയപ്പെട്ട സെക്രട്ടറിയുമായിട്ട് സംസാരിച്ച് നമ്മൾ ഇവിടെ ഉള്ളവരെല്ലാം കൂടി നമുക്ക് ഹരിതകർമ്മസേന അംഗങ്ങളോടൊന്ന് ചോദിച്ചു നോക്കാം. അവരത് ചെയ്യാൻ സന്നദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പ്രവർത്തനം ഏറ്റെടുക്കാം എന്ന നിലയിൽ പറയുകയും ചെയ്യും. മുഖാന്തരം ഹരിതകർമ്മസേനയിലെ അംഗങ്ങളോട് അവർ അന്വേഷിച്ചപ്പോൾ എല്ലാവരും വളരെ താല്പര്യത്തോടെ ഇതിൽ പങ്കാളികളാകാം എന്ന് പറയുകയും 2-ാം തീയതി രാവിലെ 8 മണിക്ക് നമ്മൾ ആരംഭിച്ച വലിയ ഒരു ദൗത്യം, അന്ന് അതിനു മുന്നേ MLA വന്ന് ബസ് സ്റ്റാൻഡ് ക്ലീനിങ് ആരംഭിച്ചെങ്കിലും 8 മണിയോടെ നമ്മൾ ഹരിതകർമ്മസേന അംഗങ്ങളും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും എല്ലാവരും ആയപ്പോൾ
വലിയൊരു കൂട്ടമായി നമ്മൾ അന്ന് മുതൽ തുടങ്ങിയ വലിയൊരു ദൗത്യം ബസ് സ്റ്റാൻഡ് ഉച്ചയോടുകൂടെ നമ്മൾ ബസ് സ്റ്റാൻഡും എല്ലാം അത്യാവശ്യം വേസ്റ്റ് എല്ലാം മാറ്റി കടകളിലെ വേസ്റ്റിലേക്ക് എടുക്കാൻ തന്നെ JCB ടിപ്പറും ഒക്കെ ആയി തുടങ്ങി. ഈ കടകളിൽ നിന്ന് വരുന്ന വലിയ വേസ്റ്റ് ലോഡ് കണക്കിന് വേസ്റ്റ് അത് ടിപ്പറിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി കുടിച്ചിട്ട് അങ്ങനെ ആ പ്രവർത്തനങ്ങൾ നീണ്ടു നിൽക്കുകയാണ്. 2-ാം തീയതി തുടങ്ങിയ പ്രവർത്തനം 15-ാം തീയതി വരെ ഇടവേളകളില്ലാതെ പലപ്പോഴും ഞാൻ എച്ചിയോട് പറയാം, ഇടയ്ക്ക് ഒരു ദിവസം അവർക്ക് അവധി കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് പേരെയായിട്ട് വിളിക്കാം എന്ന് പറയുമ്പോൾ ഒരാൾ പോലും അങ്ങനെ അവധി വേണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് വയ്യ, ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാണ് എന്നൊരു വാക്ക് ഒരു ഹരിതകർമ്മ സേനാംഗം പോലും പറഞ്ഞില്ല. ഒരു കാര്യം പലപ്പോഴും ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ പാരുണ്ട്, അത് JCBക്ക് പാരും, അല്ലെങ്കിൽ ടിപ്പറിനോട് പാരിക്കും എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ഉത്തരവാദിത്വത്തോടെ ആ കാര്യങ്ങളെ വളരെ ഭംഗിയായി നിങ്ങൾ നിർവഹിച്ച് നിങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് ഏറ്റവും ഭംഗിയായി നമുക്ക് തീർക്കുവാൻ സാധിച്ചു. അങ്ങനെ തീർത്തതിൻ്റെ ഫലമാണ് നമുക്ക് ഇന്ന് ഇട്ടിയപ്പാറയിൽ കാണുന്ന ഇത്രയും വൃത്തിയായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിച്ചത്.